എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മെക് ട്യൂട്ടർ പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1ന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് മൊഡ്യൂൾ 1 എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സേഫ്റ്റി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ടോപ്പിക് ആണ്, അല്ലെ? സേഫ്റ്റി. സോ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 5 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ആണ് ആ ഒരു മൊഡ്യൂളിൽ ഉള്ളത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക്, അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നോക്കി, ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻ റിക്വയർഡ് ഫോർ ദ ട്രേഡ്, അല്ലെ? നമ്മളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട്, അതായത് പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട്, ITI പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. Then safety attitude development of the trainee by educating them to use personal protective equipment, അല്ലെ? PPE യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ maximum allowed mass of a standard safety helmet without attachments, അല്ലെ? അത്തരത്തിൽ യാതൊരുവിധ അറ്റാച്ച്മെന്റുകളും കൂടാണ്ടുള്ള, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഹെൽമെറ്റിന്റെ മാക്സിമം അലൗഡ് ആയിട്ടുള്ള വെയിറ്റ് എത്രയാണ്, അല്ലെ? ഇത്തരത്തിൽ അലൗഡ് മാസ് ഓഫ് എ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഹെൽമെറ്റ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, അല്ലെ? ഇത്തരത്തിൽ അതിന്റെ മാസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? സോ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 300 ഗ്രാം, ഓപ്ഷൻ ബി 350 ഗ്രാം, ഓപ്ഷൻ സി 400 ഗ്രാം, ഓപ്ഷൻ ഡി 450 ഗ്രാം. സോ എന്തായിരിക്കും നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, അല്ലെ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഹെൽമെറ്റിന്റെ മാക്സിമം അലൗഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് അറ്റാച്ച്മെന്റുകളൊന്നും കൂടാണ്ടുള്ള, അല്ലെ? ഇത്തരത്തിൽ അറ്റാച്ച്മെന്റ്സ് ഒന്നും അവിടെ അറ്റാച്ച് ചെയ്യാത്ത ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഹെൽമെറ്റിന്റെ വെയിറ്റ്, മാക്സിമം ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ മാസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ സി 400 ഗ്രാം ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക, അല്ലെ? ഉത്തരം എന്താണ്? സോ ഓപ്ഷൻ സി 400 ഗ്രാം ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. യെസ്, അപ്പം ഇവിടെ 400 ഗ്രാം ആണ് മാക്സിമം അലൗഡ് ആയിട്ടുള്ള ആ ഒരു മാസ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കാം, വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ്. ഓക്കെ, ഫൈൻ. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരാം, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, നോക്കി: സേഫ്റ്റി ഇൻ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു, അത്തരത്തിൽ ആ ഒരു വർക്ക്ഷോപ്പ് സേഫ്റ്റി ബ്രോഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എത്ര കാറ്റഗറി ആയിട്ടാണെന്നാണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 2 കാറ്റഗറി, ഓപ്ഷൻ ബി 3 കാറ്റഗറി, ഓപ്ഷൻ സി 5 കാറ്റഗറി, ഓപ്ഷൻ ഡി 8 അല്ലെങ്കിൽ 8 കാറ്റഗറി, അല്ലെ? യെസ്, ഇവിടുത്തെ ഉത്തരം എന്താ വരിക? അതായത് വർക്ക്ഷോപ്പ് സേഫ്റ്റി പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 തരത്തിലാണ്. അപ്പൊ ഇവിടെ എന്ത് ഉത്തരം വരിക? യെസ്, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 3 കാറ്റഗറീസ്. അപ്പൊ 3 കാറ്റഗറി ആയിട്ടാണ് അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 കാറ്റഗറി എന്നുള്ളത് മനസ്സിലാക്കാം. സോ പ്രധാനമായിട്ടും ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി, അങ്ങനെ 3 തരത്തിലാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിനെ? സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ്, അല്ലെ? ഒരു വർക്ക്ഷോപ്പ് സേഫ്റ്റി പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. അത് ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ പ്രൈമറി പർപ്പസ് ഓഫ് ലേൺയാർഡ് ഇൻ സേഫ്റ്റി എക്യുപ്മെന്റ്, അല്ലെ? അതായത് പ്രൈമറി പർപ്പസ് ഓഫ് ലേൺയാർഡ് ഇൻ സേഫ്റ്റി എക്യുപ്മെന്റ്. അപ്പൊ ഒരു സേഫ്റ്റി എക്യുപ്മെന്റിനകത്ത് ലാൻയാർഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, അല്ലെ? സോ ലാൻയാർഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ലാൻയാർഡ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ടു സെക്യൂർ ടൂൾസ് ഡ്യൂറിംഗ് വർക്ക്, ഓപ്ഷൻ ബി ടു കണക്ട് എ ഹാർനസ് ടു എ ആങ്കറേജ് പോയിന്റ്, ഓപ്ഷൻ സി ടു മെഷർ ദ ഹൈറ്റ് ഓഫ് എ വർക്കർ, ഓപ്ഷൻ ഡി ടു സപ്പോർട്ട് സ്കഫോൾഡിംഗ് സ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ 4 ഓപ്ഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ലൈൻയാർഡുമായി ബന്ധപ്പെട്ട് ഏതാണ് ആ ഒരു എക്യുപ്മെന്റ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. യെസ്, അപ്പൊ ലൈൻയാർഡ് പ്രധാനമായിട്ടും നമ്മൾ ഹാർനസുമായി ബന്ധപ്പെട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നമുക്കൊരു ചിത്രം കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഈ ഒരു ചിത്രം നോക്കി, നമ്മൾ ഹാർനസ്, അതായത് നമുക്ക് ഉയരത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ബെൽറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ ഹാർനസുകൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഹാർനസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഹാർനസിന്റെ പുറകിൽ നിന്നും നമ്മളുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു പോർഷനിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്താറുണ്ട്, അല്ലെ? പിടിച്ചു നിർത്താറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആങ്കറേജ് ബ്ലോക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു കമ്പോണന്റ് ആണ് ലാൻയാർഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇത്തരത്തിൽ ഒരു റോപ്പാണ് ബേസിക്കലി, അല്ലെ? ഒരു റോപ്പാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാൻയാർഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? സോ ഇവിടെ ഉത്തരം എന്തായിരിക്കും? നമ്മളുടെ ആ ഒരു ലാൻയാർഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ,
ഫൈൻ. അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നമ്മളുടെ ആ ഒരു ഹാർനസിൽ നിന്നും ആ ഒരു ആങ്കറേജ് പോയിന്റിലേക്ക്, ഫിക്സ്ഡ് ആയിട്ടുള്ള ആങ്കറേജ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ആ ലാനിയാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഇൻ സേഫ്റ്റി ഹെൽമെറ്റ് വാട്ട് ഈസ് ദ പീക്ക്? എന്താണ് ഈ പീക്ക് എന്ന് പറയുന്നുണ്ടാവുക? ഒരു സേഫ്റ്റി ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് പീക്ക് എന്ന് പറയുന്നത്? സോ ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ എ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സ്ട്രാപ്പ് യൂസ്ഡ് ടു സെക്യൂർ ദ ഹെൽമെറ്റ്, അല്ലെ, ഹെൽമെറ്റ് സെക്യൂർ ആയിട്ട് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ട്രാപ്പ് ആണ് ഈ പീക്ക് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി ദ ഇന്നർ കുഷനിങ് പാഡ്, അല്ലെ, ഇന്നർ ഉള്ളിലുള്ള ഒരു കുഷനിങ് പാഡ് ആണ് ഈ പീക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഷെൽ എബോവ് ദ ഐസ്, അതിൽ നമ്മളുടെ കണ്ണുകൾക്ക് ഒരു മറ പോലെ അവിടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഷെല്ലാണ് പീക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ദ റിയർ അഡ്ജസ്റ്റ്മെന്റ് നോബ്, പുറകിലുള്ള എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നോബ് ആണ് പീക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ of the shell above the eyes, അല്ലെ. സോ the extension of the shell above the eyes, അല്ലെ, കണ്ണുകൾക്ക് മുകളിലായിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ നമ്മൾ കാണാറുണ്ട്, അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ടാവുക, അല്ലെ, നമ്മുടെ ക്യാപ്പുകൾക്കൊക്കെ നമ്മൾ ഇത്തരത്തിൽ എക്സ്റ്റൻഷൻ ഉണ്ടാവാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീക്ക് എന്ന് വിളിക്കുന്നുണ്ടാവും, അല്ലെ, പീക്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ പീക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്വെറ്റ് ബാൻഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സ്വെറ്റ് ബാൻഡ് ഉണ്ടാകും. ദെൻ ഏറ്റവും മുകളിലായിട്ട് ഷെൽ അവൈലബിൾ ആണ്. അതിനുള്ളിൽ ക്രാഡിൽ കാണാൻ സാധിക്കും. സോ അവിടെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബീഡിങ് അല്ലെങ്കിൽ ബ്രിം പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ബ്രിം എന്നാണ് പറയുക. അതുപോലെ തന്നെ വൈ ടൈപ്പ് ചിൻ സ്ട്രാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈ ഷേപ്പിലുള്ള ചിൻ സ്ട്രാപ്പ്, അല്ലെ, നമ്മുടെ താടി ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിൽ ആ ഒരു ചിൻ സ്ട്രാപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്സുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട്. ചോദ്യം ഇതാണ്, ദ ഐഡിയൽ മോട്ടോ ഓഫ് എവറി ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ഷുഡ് ബി. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയൽ മോട്ടോ എന്താണ്? ഒരു ഏതൊരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എടുത്താലും ഒരു ഐഡിയൽ മോട്ടോ ഉണ്ടാവും, അല്ലെ. സോ അതെന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താ? സെൽഫ് സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഓഫ് വർക്ക്. ഓപ്ഷൻ ബി എന്താണ്? സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട്. ഓപ്ഷൻ സി എന്താണ്? സേഫ്റ്റി ഓഫ് ടൂൾസ് ആൻഡ് സേഫ്റ്റി ഓഫ് മെഷീൻസ്. ഓപ്ഷൻ ഡി എന്താണ്? സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സെൽഫ് സേഫ്റ്റി. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം, സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട്. ആ ഒരു പ്രോസസ്സ് നടക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ എന്താണ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നിടം വരെ നമ്മൾ ത്രൂ ഔട്ട് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഫസ്റ്റ് സേഫ്റ്റി തന്നെയായിരിക്കും, അല്ലെ. സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സോ ദ ഐഡിയൽ മോട്ടോ ഓഫ് എവറി ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് ആണ്. സേഫ്റ്റി ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് വർക്ക്. ഒരു വർക്കിന്റെ എല്ലാ സ്റ്റേജിലും നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ളത് മനസ്സിലാക്കണം, അല്ലെ. സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് മീൻസ് സേഫ്റ്റി ഈസ് ഫോളോഡ് ബിഫോർ, during and after the work, covering people, machines, tool and entire workpiece, അല്ലെ. ഇത്തരത്തിൽ ആ ഒരു വർക്കിന് മുന്നോടിയായിട്ടും അല്ലെങ്കിൽ ആ ഒരു വർക്ക് നടക്കുന്ന സമയത്തും അതിനുശേഷവും നമ്മൾ എന്താണ് കൃത്യമായിട്ട് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഇഞ്ചുറീസ് ടു ചെസ്റ്റ്, stomach or frontal portion of our body from heating, firing, etc. നമ്മൾ ഒരു PPE കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ഏത് PPE ആണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഇഞ്ചുറീസ് ടു ദ ചെസ്റ്റ്, നമ്മളുടെ നെഞ്ച് അല്ലെങ്കിൽ ചെസ്റ്റ് ഭാഗത്ത്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയർ, അല്ലെങ്കിൽ ഫ്രണ്ടൽ, അല്ലെ, ഫ്രണ്ടൽ പോർഷൻ, നമ്മളുടെ ബോഡിയുടെ ഫ്രണ്ടൽ പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു PPE ഏതാണെന്നുള്ളതാണ് ചോദ്യം, അല്ലെ. ഇത്തരത്തിൽ എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷിക്കുന്നുണ്ടാവുക? ഹീറ്റിംഗ്, ഫയറിംഗ്, എക്സെട്ര, അല്ലെ. യെസ്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഏപ്രോൺസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്. ഓപ്ഷൻ സി ഷീൽഡ്. ഓപ്ഷൻ ഡി ഗ്ലൗസ്. ഇതും നമ്മളുടെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് കേരള PSC ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്.
അപ്പൊ ഇവിടെ ഉത്തരം എന്താ നമുക്കറിയാം, ദാറ്റ് ഈസ് എപ്രോൺസ് ആണ് അല്ലെ. എപ്രോൺസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ എപ്രോൺസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ആ ഒരു ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുക, ആ ഒരു പിപിനെ എന്താ വിളിക്കുക, ദാറ്റ് ഈസ് എപ്രോൺ എന്ന് വിളിക്കുന്നുണ്ടോ അല്ലെ, എപ്രോൺ. ഓക്കെ, സോ അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PPE? PPEയുടെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട് അല്ലെ. സോ വളരെ സിമ്പിൾ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PPE? നമുക്കറിയാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. നമ്മൾ ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് PPE എന്ന് പറയുന്നുണ്ടാവുക. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്ലംബർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് PPEയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ വർക്ക് പ്ലേസ്? ഒരു വർക്ക് പ്ലേസിൽ ആക്സിഡന്റ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ്, ആദ്യ ചുവട് എന്താണ്? യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കും ബൈ വെയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലെ. സേഫ്റ്റി എക്യുപ്മെന്റ് വെയർ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡൂയിങ് തിങ്സ് ഇൻ ഓൺ അല്ലെങ്കിൽ വൺ ഓൺ വേ അല്ലെ. ഒരാളുടെ ഒരു എന്താണ് ഇഷ്ടത്തിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യുക. ഡൂയിങ് തിങ്സ് ഇൻ വൺസ് ഓൺ വേ എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ബൈ ഒബ്സർവിങ് സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ. ഒബ്സർവ് ചെയ്തുകൊണ്ട്, സേഫ്റ്റി പ്രിക്കോഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താ, ഡൂയിങ് തിങ്സ് വിത്ത് ഹൈലി സ്കിൽഡ് വർക്കിംഗ് പ്രാക്ടീസ്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് പ്രാക്ടീസിലൂടെ ആ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ആക്സിഡന്റ് വർക്ക് പ്ലേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് ബൈ ഒബ്സർവിംഗ് ദ സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ബൈ ഒബ്സർവിംഗ് ദ സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ. അതിൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അഗെയിൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യത്തിന്റെ നിലവാരം അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു തരത്തിലായിരിക്കണം നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് ഒരു ITI പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ തരത്തിൽ വേണം നമ്മൾ ആ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സിനെ നമ്മൾ കരുതേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ടു പ്രിവെന്റ് ആക്സിഡന്റ് ഈസ് ദ അവയർനെസ് ആൻഡ് ഫോളോയിങ് സേഫ്റ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. ആ ഒരു സേഫ്റ്റി റൂൾ അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് വേണം, അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് തന്നെയാണ്. ദാറ്റ് ഈസ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. So wearing safety equipment is important, but it comes after understanding and observing the safety precautions. നമുക്ക് പലപ്പോഴും ഒരു സംശയം വരാറുണ്ട്, അത് എക്യുപ്മെന്റ് ധരിക്കേണ്ടതല്ലേ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ല, ഇത്തരത്തിൽ അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എങ്കിൽ തന്നെയും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു അവയർനെസ് ആണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം അഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പീരീഡ് refers to a golden hour? ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എന്താണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്? വാട്ട് ഈസ് എ പീരീഡ് റെഫേർഡ് ടു ആസ് ഗോൾഡൻ അവർ? ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എത്ര സമയമാണ്, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 30 minutes ആഫ്റ്റർ ഇൻസിഡന്റ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 30 minutes ആഫ്റ്റർ ഇൻസിഡന്റ് നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് 30 minutes ആഫ്റ്റർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷമുള്ള ആദ്യ 30 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് 45 minutes ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ, അതായത് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള അല്ലെങ്കിൽ അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള 45 മിനിറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 60 minutes ആഫ്റ്റർ ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ആദ്യ 60 മിനിറ്റ് ആണ് ഗോൾഡൻ അവർ എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യ 30 മിനിറ്റ്. എപ്പോഴാണ് നമ്മളുടെ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നതിന് ശേഷമുള്ള ആദ്യ 30 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആണ്. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നടന്നതിന് ശേഷമുള്ള
ആദ്യ 30 മിനിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ മിനിറ്റ്സുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ അതും നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് ചോദിച്ചതാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡൻ അവർ ഇസ് എ പീരീഡ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ traumatic injury during which there is a highest likelihood that prompt medical and surgical treatment will prevent death. അല്ലെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് ആണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുക? ഗോൾഡൻ അവർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കംസ് അണ്ടർ PPE 8? അല്ലെ, അത്തരത്തിൽ PPE 8 സ്റ്റാൻഡേർഡ് ആണ്. PPE 8 നമുക്കറിയാം, PPE 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ 8 വരെ ഉണ്ട് അല്ലെ. അങ്ങനെ 1 to 8 നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE 8 എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഇയർ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബി സേഫ്റ്റി ഫുട്വെയർ, ഓപ്ഷൻ സി ഹെൽമെറ്റ്, ഓപ്ഷൻ ഡി സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. യെസ്, അപ്പൊ നമുക്ക് ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. PPE 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കിയാൽ ദാറ്റ് ഈസ് PPE 1 എന്ന് പറയുന്നത് ഹെൽമെറ്റ് ആണ്, PPE 2 എന്ന് പറയുന്നത് സേഫ്റ്റി ഫുട്വെയർ ആണ്, സോ PPE 3 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് അല്ലെ. സോ ഹെൽമെറ്റ്, ഫുട്വെയർ എന്ന് പറയുമ്പോൾ ഗംബൂട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ഷൂസ് ഒക്കെ അവൈലബിൾ ആണ്. സോ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് മാസ്ക്, അങ്ങനെയുള്ള എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ PPE 4 എന്ന് പറയുന്നത് ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, ഫോർ എക്സാമ്പിൾ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ ആണ് PPE 4 എന്ന് പറയുന്നത്. PPE 5 എന്ന് പറയുന്നത് എന്താണ്? ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, ഫോർ എക്സാമ്പിൾ ഷീൽഡ്, അതുപോലെ തന്നെ ഫേസ് ഷീൽഡ് നമുക്ക് അവൈലബിൾ ആണ്, ഗോഗിൾസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താണ് എക്യുപ്മെന്റ്സുകൾ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെന്റ്സുകളൊക്കെ PPE 5 നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. PPE 6 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്രോൺ എന്ന് പറയുന്നത് PPE 6 നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ആ PPE 7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, നമ്മുടെ ചെവികൾക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഇയർ ബഡുകളൊക്കെ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അത് PPE 7 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. PPE 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് അല്ലെ, അതായത് സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ ഹാർനസുകളൊക്കെയാണ് PPE 8 എന്ന് പറയുന്നത്. നമ്മളുടെ ചോദ്യം അത് തന്നെയായിരുന്നു. PPE 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മളുടെ മോഡ്യൂൾ 1മായി ബന്ധപ്പെട്ട് പാർട്ട് 1 എന്ന നിലയിലാണ്, ഒന്നാമത്തെ പാർട്ട് എന്ന നിലയിലാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മളിന്ന് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. സോ അത് നിങ്ങൾക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഉത്തരത്തിൽ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.